അപ്പോൾ തെലുങ്കന്മാർക്ക് ഇഷ്ടപ്പെടുന്നൊരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് രാജൻ പി ദേവക്ക് നല്ല ഒരു അവസരത്തിൽ വന്ന സമയമാണ്. രാജൻ പിന് തെലുങ്കിൽ നല്ല മാർക്കറ്റുണ്ട്. രാജൻ പിയും ഞാനുമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ രാജൻ പിനെ പ്രധാന ഒരു ഇതായിക്കൊണ്ട് 3 ജന്മത്തിലൊരു കഥ ഉണ്ടാക്കി. അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞൊരു കഥ. അത് പാലക്കാടാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഉദ്ദേശിച്ചത്. 3 ജന്മത്തിൽ രാജദേവൻ്റെ 3 ജന്മങ്ങളാണ്. അതിൽ നടക്കുന്ന സംഭവങ്ങളാണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് 8 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ അച്ഛൻ മരിച്ച് ആന്ധ്രയിൽ. അവൻ അത്യാവശ്യമായി പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആ പടം രണ്ടാമത് തുടങ്ങാൻ പറ്റിയില്ല, അത് നിന്നുപോയി രണ്ടാമത്. ഇതിനിടയിലാണ് അന്തർജനം എന്നുള്ള പടം. അപ്പോൾ അന്ന് ഞാൻ ഒരു കഥ എൻ്റെ മനസ്സിൽ വരുന്ന കഥകളെല്ലാം ഒരുപാട് കുഴപ്പം പിടിച്ചതാണ്. ഇന്ന് മതപരമായിട്ടുള്ള കുഴപ്പങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കുഴപ്പങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഞാൻ അന്ന് ചിന്തിച്ച കഥയിൽ മതപരമായിട്ടുള്ള കുഴപ്പങ്ങൾ തോന്നി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ വാപ്പച്ച ഇതൊക്കെ എടുത്തുന്ന ഇത് പുറത്ത് വരികയില്ല ഉള്ള കാശ്. അപ്പോൾ ഞാനൊരു സ്ഥലം വിറ്റ് കുറച്ച് കാശും കൈവച്ചിട്ടുണ്ടായി സംസാരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്ത് വരികയില്ല, വെറുതെ തൻ്റെ സ്ഥലത്തിൻ്റെ കാശും പോകും. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു സെക്സ് സിനിമ എടുത്ത് കളയാം. അപ്പോൾ ഞാനതിനോട് അന്വേഷിച്ചിൽ 4 പ്രാവശ്യം അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ അതേ. അപ്പോൾ ഞാൻ പറയണ കേൾക്കാം, ഇപ്പോൾ അതിന് നല്ല ഓട്ടമുണ്ട്, ഒരു പടം സെക്സ് സിനിമ എടുത്ത് കളയാം. ഞാനതിൽ ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ, സുഹൃത്ത് നമുക്ക് ഇത് തന്നെ എടുത്താണ്, ഇത് എടുത്തൊരു പെട്ടി ഇരിക്കട്ടെ, നമ്മുടെ കാശ് പോകുന്നല്ലേ ഉള്ളൂ. ആർത്തത് സംസാരിച്ച് അപ്പോഴും ആ സുഹൃത്ത് മറ്റേ ഇതിൽ നിന്ന് കടിവിടുന്നില്ല. അങ്ങനെ 4-ാം ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞുള്ള അറിവുണ്ട്, നിംഫോമേനിയ എന്നൊരു രോഗം സ്ത്രീകളിൽ ബാധിച്ചാൽ ഈ സെക്സിൻ്റെ അതിപ്രസരം ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുള്ള അറിവെനിക്കുണ്ട്. പക്ഷേ നാട്ടിലാർക്കും എൻ്റെ കൂടെ വരുന്നവർക്കോ ഈ നിംഫോമേനിയയെക്കുറിച്ച് ഒരു അറിവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിനെക്കുറിച്ച് ബോധവാനായി ആക്കിക്കളയാം, ജനങ്ങൾക്കൊരു അറിവുണ്ടാകട്ടെ. കാര്യം സാധാരണഗതിയിൽ നിംഫോമാനെ ബാധിച്ച ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിനും ആ വീട്ടുകാർക്കും വളരെ പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയാണ് അന്തർജനം. അതിൻ്റെ ആദ്യത്തെ പേര് തേൻ തേടിയ പൂവെന്നായിരുന്നു ഞാനിട്ടത്. ഈ സിനിമാക്കാരും അവർ കൂടി വരുമ്പോൾ ഓരോരുത്തർ അത് 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 ആ പേര് ശരിയായാലും ഈ പേര് ശരിയായാലും കണക്കൂട്ട് അത് അക്ഷരക്കൂട്ടിൽ മറ്റേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് എങ്ങനെയെങ്കിലും മുമ്പോട്ട് വരണമല്ലോ. ഈ ആൾക്കൂട്ടം തന്നെ നമ്മൾ ഇലക്ഷൻ നിൽക്കണ ഒരു കാര്യമാണ്. ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് അന്തർജനമെന്ന് പേരാക്കി. അങ്ങനെ അതാണ് അന്തർജനം റിലീസായത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അന്തർജനത്തിന് നമുക്ക് സെൻസർ ബോർഡ് തന്നത് A സർട്ടിഫിക്കറ്റാണ്. എൻ്റെ ഉദ്ദേശം വളരെ ഇവിടുത്തെ ഒരു ഫാമിലി കാണണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ പടം എടുത്തത്. അതിനകത്ത് സെക്സ് എലിമെൻസാണ് ഉള്ളതെങ്കിലും അതെല്ലാം വളരെ ഭംഗിയായിട്ട് കൈ ഒതുക്കത്തോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്തത്. എങ്കിലും അത് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തവർ അതിൽ ആ എലിമെൻസിന് വേണ്ട ബിറ്റൊക്കെ ചേർത്താണ്. കൂടുതൽ സമയം 16 വർഷത്തോളം നമ്മുടെ നാട്ടിൽ ഓടിയ സിനിമയാണ് അന്തർജനം. ഒരു തിയേറ്ററിൽ നിന്നൊരു തിയേറ്റർ മറ്റേ വെച്ച് മാറ്റുകയും ഒക്കെ ഇട്ട് ഓടിയതാണ്. ഇന്നും യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതും ഇങ്ങനെയുള്ള പേരുദോഷവും കാര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സിനിമ ചിന്തകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു മൂത്ത മകനുണ്ടായിരുന്നു. ആ മകന് പിന്നെ ഒരു ക്യാൻസർ രോഗം ബാധിച്ചു. അതിൻ്റെ ചികിത്സക്കായി
തിരുവനന്തപുരത്ത് പോയി ഒരു 5 വർഷം താമസിച്ചിട്ടുണ്ട്. അവനെക്കുറിച്ചുള്ള ചിന്തയിലും അവിടെ താമസിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരുന്നു. പിന്നെ അവനുമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോഴും ഞെട്ടുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവനുമായിട്ടിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം. അപ്പോൾ ട്രെയിൻ വന്ന് എല്ലാവരും പോയി. ഞങ്ങളങ്ങോട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൂരെ നിന്നൊരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. വെള്ളയൊക്കെ ഇട്ടൊരാൾ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ പറഞ്ഞടാ, ആ വരുന്ന ആളാരാണെന്നറിയാമോ? ഇല്ല. ഞാൻ പറഞ്ഞു അതാണ് നമ്പോതായാലും അപ്പച്ചൻ മുതലാളിയാണ് നടന്നു വരുന്നത്. ഇവന് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഇന്ന സിനിമ അല്ല ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മറുപടി പറഞ്ഞിട്ട് ഇവനും ഞാനും അപ്പച്ചൻ മുതലാളിയെ തന്നെ നോക്കിക്കൊണ്ട് വരിക. അപ്പോൾ അപ്പച്ചൻ മുതലാളി ശ്രദ്ധിക്കുന്നുണ്ട്. അകലെ നിന്ന് അടുത്ത് വന്നപ്പോൾ ഞാൻ നമസ്കാരം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും ഒരു ആലപ്പുഴക്കാരനാണ്. അപ്പോൾ പുള്ളി വിചാരം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെയാണ് എൻ്റെ സിനിമയുടെ കാര്യം പറയും. അപ്പോൾ എൻ്റെ ഈ അന്തർജനം സിനിമ ഇവരുടെ ചാണക്യൻ സിനിമ ഓടുന്ന തിയേറ്ററിൽ 3ാമതായിട്ട് ഓടുന്ന സിനിമ അന്തർജനമാണ്. 2ാമതായിട്ട് ഓടുന്ന ചാണക്യനും പിന്നെ അന്ന് സിദ്ദീഖ് ലാലിൻ്റെയൊക്കെ ആദ്യ സിനിമ റാംജി റാവു സ്പീക്കിങ്, ചാണക്യൻ, അന്തർജനം ഈ 3 സിനിമകളുമാണ് ഓടുന്നത്. അപ്പോൾ ഇവരുടെ ഓവർഫ്ലോ ഉണ്ടായിരിക്കാം എൻ്റെ സിനിമയിലും ആൾ കയറുന്നത്. ബാബു ആൻ്റണി ആണ് ഹീറോ. ഇന്നസെൻ്റ് ഉണ്ട്, സിദ്ദീഖ് ഉണ്ട്, അതൊക്കെ അങ്ങനെയുള്ള നടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം അദ്ദേഹത്തിന് ഈ സിനിമയെക്കുറിച്ച് അറിയാം. അദ്ദേഹം എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ തോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ സമീപിക്കാതെ വരുന്നത്? ഇന്ന് നവോദയ അപ്പച്ചൻ സാറ് ഒരു സിനിമാ സ്വപ്നം കണ്ട് നടക്കുന്ന എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും അറിഞ്ഞുകൂടാ. കാര്യം അത്രയും വലിയ ആളുകളെയൊക്കെ സമീപിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായിരിക്കാം കാരണം. ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ഞെട്ടുന്നു. ഇപ്പോൾ എനിക്ക് ആത്മധൈര്യം തന്നത് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ സമീപിക്കാതെ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആൻറ്റി ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഈ മാസം ഇപ്പോൾ തീർന്നു കഴിഞ്ഞ് അടുത്ത 1-ാം തീയതി കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ടൊവിനോ തോമസിനെയാണ് അതിനകത്ത് ഒരു കഥാപാത്രമായിട്ട് ആഗ്രഹിക്കുന്നത്. ബാക്കി ബാബു ആൻ്റണി പിന്നെ സിദ്ദീഖ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാകും. കഥ നല്ല ആളുകളെയൊക്കെ ഉൾപ്പെടണമെന്ന് ആഗ്രഹിച്ചാണ് നീങ്ങുന്നത്. ടൊവിനോ തോമസിനെ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകത്ത് യേശുവായിട്ട് ഒരു സീരിയലിൽ അഭിനയിച്ച ഒരു ബിഷപ്പിൻ്റെ കഥയാണ്. യേശുവായിട്ട് അഭിനയിച്ച് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രശസ്തനാകും. കാര്യം ഈ വിശ്വാസവും ഇതാണല്ലോ, അതിൻ്റെ കൂടെ ഈ താര പ്രശസ്തിയും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് ആരാധകർ ഭയങ്കരമായിട്ട് വന്നു. അങ്ങനെ ഉള്ള സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ജംഗിൾ ബോയ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വീരപ്പനെ പോലുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാർ ആദ്യമായി ചിന്തിച്ചത് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു പ്രശസ്തനായ ആളെ തട്ടിക്കൊണ്ടുവരണമെന്ന് ചിന്തിച്ചപ്പോൾ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെത്തിയത് ഈ യേശുവായിട്ട് അഭിനയിച്ച് പ്രശസ്തി നേടിയ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോരുക എന്നുള്ളതാണ്. അതിനവർ കണ്ട വഴി ആ സീരിയലിൽ കഥാപാത്രങ്ങളായിട്ട് ചെറിയ കഥാപാത്രങ്ങളായിട്ടുള്ള ഓഡിയോ ഷോയിൽ പങ്കെടുത്ത് അതിൽ ഉൾപ്പെട്ട് നിന്ന് തട്ടിക്കൊണ്ടുപോരുക എന്നുള്ള. അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന അദ്ദേഹത്തെ വെച്ച് ഒരു 5 കോടി രൂപ ആവശ്യപ്പെടുന്ന അങ്ങനെ പോകുന്ന ആ കഥ, അതാണ് അതിൻ്റെ കഥ. പിന്നെ അവിടെ എത്തി നിൽക്കുന്നത് ഈ
ഒരു കലാകാരൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസിയായ ജീവിതമല്ല. അവൻ്റെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തണം. കുടുംബം ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുടുംബമുണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ കുടുംബത്തിന് ഇതൊക്കെ കണ്ടെത്തുവാൻ ബാധ്യസ്ഥനാണ്. ഒരു ഉത്തമ കലാകാരനാണെങ്കിൽ അവൻ്റെ ഒരു ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. പിന്നെ ഈ വൈദികരാണെന്ന് പറയുന്നതും സന്യാസിയാണെന്ന് പറയുന്നതുമൊക്കെ ഭയങ്കര വലിയ സംഗതിയായിട്ട് ആൾ കണക്കാക്കുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് ഒരു കലാകാരൻ്റെ ജീവിതമാണ്. കാര്യം പ്രശസ്തനായാലും പ്രശസ്തി ഇല്ലെങ്കിലും അവൻ്റെ ജീവിതം അവൻ എപ്പോഴും വളരെ ഭദ്രമായിട്ടും മറ്റുള്ളവരുടെ വിമർശനത്തിന് ഇടയാകാത്ത രീതിയിലും കൊണ്ടുപോകേണ്ടതാണ് ആവശ്യം. അങ്ങനെ ജീവിക്കുന്ന ഉത്തമനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൂ ഏതൊരു സാധാരണനായകനും. ഇപ്പോൾ രാജൻ പി ദേവനൊക്കെ പറ്റിയെന്ന് പറയുന്നത് അദ്ദേഹം എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുമായിരുന്നു. ഇപ്പോൾ കാട്ടുകുത്തിര നാടകം നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹം ഇവിടെ ചെത്തിപ്പള്ളിയിൽ കാട്ടുകുത്തിര നാടകം നടക്കാൻ പോകുന്നു വിളിച്ച്. അദ്ദേഹം ഇവിടെ വന്നുടനെ ആദ്യം തിരക്കി എൻ്റെ വീട് അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ വാറ്റ് ചാരായം ഞാൻ കരുതിയിട്ടുണ്ട്. ഇദ്ദേഹം കുടിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ വാറ്റ് ചാരായം കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു കള്ള് വാറ്റിയതാണ്, സ്നേഹത്തിന് മേടിച്ചാൽ നല്ല സാധനമാണ്. അവൻ നന്നായില്ലേ, ഒരെണ്ണം അടിച്ചേക്കാന്ന് പറയും. ഒരെണ്ണം അടിച്ച് അത് കഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ എന്ന് അഭിപ്രായം പറയും. അത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടെ അടിച്ച്, അത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൊണ്ട് 3-4 എണ്ണം അടിച്ച്. 4 അടിച്ചപ്പോൾ രാജൻ നാടകത്തിന് വന്ന് രാജൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഈ വീടിൻ്റെ ചുറ്റിനൊക്കെ ഓരോ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ കൂടി. അപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോൾ രാജൻ ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് അടുത്ത് വന്ന് നിൽക്കുന്ന പറഞ്ഞാൽ എല്ലാവരും അടുത്ത് വിളിച്ചെടുത്തിട്ട് നാടകത്തിലെ 4 ഡയലോഗ് ഇവിടെ ഇരുന്ന് പറഞ്ഞു. അതാണ് രാജൻ്റെ സ്നേഹം. ആ രാജൻ മരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം രാജന് സുഹൃത്തുക്കൾ കണ്ടാലുടനെ സ്നേഹപ്രകടനമൊക്കെ ആ സുഹൃത്ത് കരുതിയിട്ടുണ്ടാകും രാജന് കുടിക്കാൻ അല്പം മദ്യം. ആ സുഹൃത്ത് കൊണ്ടുവന്ന് മദ്യം ഒരിക്കലും വേണ്ടെന്ന് രാജൻ പറയില്ല. എന്തായാലും വാറ്റാണെങ്കിലും ശരി, വില കൂടിയ മദ്യമാണെങ്കിലും ശരി, ഒരിക്കലും രാജൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടെന്ന്. അതാണ് രാജനെ മരണത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അല്ലാതെ വേറൊരു കാരണമില്ല. വളരെ സത്യസന്ധനായ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു രാജൻ ഇല്ലാത്തതിൻ്റെ കുറവ് എനിക്ക് ഈ ഫീൽഡിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റത് നമുക്ക് പിന്നെ നേരൊരു ഡേറ്റ് ഒന്നും വേണം. നമ്മുടെ രജനീകാന്തിൻ്റെ ഒന്ന് സംസാരിക്കാൻ വാടാ. നമ്മളേക്കാൾ മുമ്പ് രജനീകാന്ത് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. നമ്മളാണ് രജനീകാന്ത്. പിന്നെ പുള്ളി കാശ് കൂടുതലും മേടിക്കുന്ന അറിയപ്പെടുന്നു. നമുക്ക് പോയി സംസാരിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കുക. അതാണ് രാജൻ. ഇന്ന് അങ്ങനെയുള്ള കൂട്ടുകാരും എനിക്കില്ല. എമ്മോ ദേവസ്യ എന്ന് പറയുന്ന മേക്കപ്പ് മാൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ ജോർജും, മൂത്ത മകൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹമൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ജോർജ് ഇപ്പോൾ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാനാണ്. ജോർജ് ചെറുപ്പകാലത്ത് ക്രിക്കറ്റിൻ്റെ ഭയങ്കര പ്രേമിയാണ്. എപ്പോഴും ഒരു ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ എമ്മോ ദേവസ്യ പറയടാ, ഇതും കൊണ്ട് വന്നാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആരുടെയെങ്കിലും മുഖത്തിൽ ചായം തേക്കാൻ പഠിക്കുക. അപ്പോൾ അന്ന് BA ക്കാരൻ്റെ പഠിക്കുകയാണ് ഈ പയ്യൻ ജോർജും. അപ്പോൾ ജോർജ് എന്നാലും ഗവനിക്കില്ല. ഈ വീട്ടിലെ മുറിയുടെ അകത്താണെങ്കിലും ക്രിക്കറ്റ് ബാറ്റ് വെച്ചൊരു ബോൾ തട്ടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാണ് ജോർജിനെ മമ്മൂട്ടിയുടെ അടുത്ത് എമ്മോ ദേവസ്യ ആക്കുന്നത്. അത് കഴിഞ്ഞ് എമ്മോ ദേവസ്യ മരിച്ച്. എമ്മോ ദേവസ്യ ആദ്യകാലങ്ങളിൽ ഞാൻ ആ സ്റ്റുഡിയോയിലായിരുന്ന സമയത്ത് എമ്മോ ദേവസ്യ
ഉദയായിരുന്നൊക്കെ നവോദയൊക്കെ നിർത്തി ഉദയായിരുന്നു മദ്രാസിൽ മദ്രാസിൽ വരുന്ന സമയത്ത് അന്ന് മേക്കപ്പ് അസിസ്റ്റന്മാർക്കൊക്കെ 1 രൂപ 2 രൂപയൊക്കെ ഈ ബാറ്റ കിട്ടുന്ന കാലമാണ്. അവർക്കൊരു വീടെടുത്ത് താമസിക്കണമെങ്കിൽ സ്വന്തമായിട്ട് കാശുണ്ടാകണം, വീട്ടിൽ നിന്നും കാശ് കൊണ്ടുവരണം. അങ്ങനെയുള്ള അവസ്ഥ. അങ്ങനെ ഞാൻ അവിടെ നല്ലൊരു വീടെടുത്ത് താമസിച്ചിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ പോകുന്നത്. അത് സ്റ്റുഡിയോയുടെ വാതിൽക്കൽ അടുത്ത് തന്നെയാണ്, ഒരു നടന്നു പോകാവുന്ന ദൂരമാണ്. അങ്ങനെ പരിചയപ്പെട്ടതിൽ പല ആളുകളും എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ട് അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു എം.ഒ. ദേവസ്യായി. എൻ്റെ കൂടെ താമസിച്ച് കാര്യം ഈ വീട്ടുപാടക അയാൾ കുടുംബത്തിനൊന്നും കൊണ്ടുപോയിട്ടില്ല. അത് കഴിഞ്ഞ് അയാൾ സാവധാനം ഒരു മേക്കപ്പ് മാൻ ലെവലിലായി കഴിഞ്ഞാണ് കുടുംബത്തെ മദ്രാസിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഓരോരുത്തരും ഏത് ഫീൽഡാണ്. കലാഫീൽഡിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വരാനൊക്കെ ഉള്ളൂ. വന്നുടനെ രാജാവാണെന്ന് വിചാരിച്ചാൽ നടക്കാത്തൊരു ഫീൽഡാണത്.